ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. നമ്മുടെ 7th മൊഡ്യൂളായിട്ടുള്ള എൻസൈമോളജിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ബാക്കി 1 മുതൽ 6 വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 7th 1 ആണ്. അപ്പോൾ എൻസൈമോളജിയിൽ വരുന്നത് എൻസൈംസ് എന്താണ്, അതിൻ്റെ ആക്ഷൻ എന്താണ്, അതുപോലെ എൻസൈം കൈനറ്റിക്സ്, എൻസൈം ഇൻഹിബിഷൻ, എൻസൈം റെഗുലേഷൻ, എൻസൈം ടെക്നോളജി, ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. എല്ലാവരും നല്ല എനർജിയോടുകൂടി തന്നെ പഠിക്കാനിരിക്കുക. ഓക്കെ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: നെയിം ദ എൻസൈം ഇൻ ദ ഹ്യൂമൻ ബോഡി ദാറ്റ് ഹെൽപ്സ് ബ്രേക്ക് ഡൗൺ കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈം ഉണ്ട്. ഹ്യൂമൻ ബോഡിയിൽ തന്നെ പ്രസൻ്റ് ആയിട്ടുള്ള എൻസൈം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: പ്രോട്ടിയേസ്, പെപ്റ്റിഡേസ്, എമിലേസ്, ലിപ്പേസ്. അപ്പോൾ ഹ്യൂമൻ ബോഡിയിലെ കാർബോഹൈഡ്രേറ്റിനെ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ അമിലേസ് ആണ്. ഓപ്ഷൻ വരുന്നത് സി ആണ്. അതായത് ഓരോ എൻസൈമിനും ഓരോ ഡ്യൂട്ടി ഉണ്ട്. നമ്മുടെ സലൈവ റിലീസ് ചെയ്യുന്ന എൻസൈം കൂടിയാണ് അമിലേസ്. ഫസ്റ്റ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വായിൽ വെച്ചാണ് അല്ലേ. അപ്പോൾ സലൈവയാണ് ഈ എൻസൈമായിട്ടുള്ള അമിലേസിനെ റിലീസ് ചെയ്യുന്നത്. അതുപോലെ പ്രോട്ടിയേസിനെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ എൻസൈം ദാറ്റ് കാറ്റലൈസ് പ്രോട്ടിയോളിസിസ്. അതായത് പ്രോട്ടീൻസിനെയൊക്കെ സിംഗിളായിട്ടുള്ള അമിനോ ആസിഡ്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക, ബ്രോക്കൺ ആക്കുക എന്നുള്ളതാണ് പ്രോട്ടിയേസിൻ്റെ പ്രത്യേകത. ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻ ഇൻ ടു അമിനോ ആസിഡ്സ്. പിന്നെ പെപ്റ്റിഡൈസ്. പെപ്റ്റിഡൈസിൻ്റെ പ്രത്യേകത എന്താണ്? പെപ്റ്റൈഡ്സിന് അമിനോ ആസിഡ് ആക്കി മാറ്റുക, ബ്രേക്ക് ഡൗൺ പെപ്റ്റൈഡ്സ് ഇൻ ടു അമിനോ ആസിഡ്. പിന്നെ വരുന്നത് നമ്മുടെ ലിപ്പേസ് ആണ്. ലിപ്പേസ് ഹെൽപ്സ് യുവർ ബോഡി ഡൈജസ്റ്റ് ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ കേസിൽ ഹ്യൂമൻ ബോഡിയിൽ കാർബോഹൈഡ്രേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? അമിലേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പെപ്സിൻ ഈസ് എൻ എൻസൈം ദാറ്റ് ഡൈജസ്റ്റ് ഡാഷ്. ഓപ്ഷൻസ്: പ്രോട്ടീൻ, സ്റ്റാർച്ച്, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്. ഇവിടെ ആൻസർ വരുന്നത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പെപ്സിൻ ഈസ് എൻ എൻസൈം ദാറ്റ് ഡൈജസ്റ്റ് ഡാഷ് എന്നപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പ്രോട്ടീൻസിനെയാണ് അല്ലേ. യെസ്, പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് സിംഗിൾ അമിനോ ആസിഡ് ആക്കി മാറ്റുന്ന ആളാണ് നമ്മുടെ പെപ്സിൻ എന്ന് പറയുന്നത്. ഇതൊരു ഡൈജസ്റ്റീവ് എൻസൈം ആണ്. ഓക്കെ, ഇനി ഈ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ഒക്കെയാണ് നമ്മുടെ പെപ്സിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് എവിടെ കാണുന്നത്? നമ്മുടെ സ്റ്റൊമക്കിനുള്ളിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഈ പെപ്സിൻ മാത്രമല്ല റെന്നിനൊക്കെ ഇതുപോലെ നമ്മുടെ പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. Next question: the non-protein part of an enzyme is. Options: prosthetic group, vitamin, apoenzyme, holo enzyme. നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? പ്രോസ്തെറ്റിക് ഗ്രൂപ്പാണ്. നോൺ പ്രോട്ടീൻ പാർട്ട് ഓഫ് എൻ എൻസൈം എന്ന് പറയുന്നത് ഏതാണ്? പ്രോസ്തെറ്റിക് ഗ്രൂപ്പാണ്. ഈ എൻസൈംസിനെ ഡിസ്കവർ ചെയ്തത് ആരാണെന്നറിയോ? ഒരു ജർമ്മൻ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് എഡ്വേർഡ് ബക്നർ. എഡ്വേർഡ് ബക്നർ ആണ് അദ്ദേഹം. ജർമ്മൻ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹമാണ് എൻസൈംസിനെ ഡിസ്കവർ ചെയ്തത്. ദ നോൺ പ്രോട്ടീൻ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ഈസ് കോൾഡ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. ഇപ്പം പെപ്റ്റിഡൈസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ പെപ്റ്റിഡൈസ് എന്ന് പറയുന്നത് എൻസൈം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എ മാംഗനീസ് ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ഇറ്റ്. ഓക്കെ, നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള പാർട്ടിനെയാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. The enzyme urease is commonly used in diagnostic test for options: liver function, kidney function, pancreatic function, thyroid function. അപ്പോൾ ഇത് കേട്ടാൽ തന്നെ അറിയാം എന്താണ് യൂറിയേസ് ആണ്. അപ്പോൾ യൂറിയയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ യൂറിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ യൂറിയേസ് അല്ലേ. അപ്പോൾ എന്തിനു വേണ്ടിയായിരിക്കും ഉപയോഗിക്കുന്നത്? കിഡ്നി ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്, കിഡ്നി ഫംഗ്ഷൻ. നെക്സ്റ്റ് വൺ: a complete catalytically active enzyme together with its bound coenzyme and metal ion is called. Options: holo enzyme, prosthetic group, apoenzyme, none of these. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? കംപ്ലീറ്റ് കാറ്റലിറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള എൻസൈം ടുഗെദർ വിത്ത് ഇറ്റ്സ് ബൗണ്ട് കോ എൻസൈം. എൻസൈം വിത്ത് അതിൻ്റെ കോ എൻസൈം കൂടിയുണ്ട്. കോ എൻസൈം and metal ion is called holo enzyme. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. Okay,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എൻസൈം ആക്ടിവിറ്റി ഈസ് ഓഫൺ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ഓപ്ഷൻസ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടേൺ ഓവർ നമ്പർ, ആക്ടിവേഷൻ എനർജി. ഓക്കെ, അപ്പോൾ എൻസൈം ആക്ടിവിറ്റി സാധാരണയായിട്ട് നമ്മൾ പറയുന്നത് ടേൺ ഓവർ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ടേൺ ഓവർ നമ്പർ, അതായത് മാക്സിമം നമ്പർ ഓഫ് സബ്സ്ട്രേറ്റ് മോളിക്യൂൾ ദാറ്റ് ഈസ് ബീയിങ് കൺവേർട്ടഡ് ടു പ്രോഡക്റ്റ് പെർ സെക്കൻഡ്. എത്രത്തോളം സബ്സ്ട്രേറ്റ് മോളിക്യൂൾസ് പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്തു പെർ സെക്കൻഡ്, അതാണ് ടേൺ ഓവർ നമ്പർ എന്ന് പറയുന്നത്. കെ കാറ്റ്, ഇങ്ങനെയാണ് നമ്മൾ ടേൺ ഓവർ നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിലൊരു കാര്യം കൂടിയുണ്ട്, ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. കെ കാറ്റ് എന്ന് പറഞ്ഞാൽ വി മാക്സ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ഇ ടി. ഇവിടെ കെ കാറ്റ് എന്ന് പറയുന്നത് ടേൺ ഓവർ നമ്പർ. ഓക്കെ, ദെൻ വി മാക്സ് എന്ന് പറയുന്നത് മാക്സിമം റിയാക്ഷൻ റേറ്റ്. പിന്നെ ഇ ടി എന്ന് പറഞ്ഞാൽ ഈ സഫിക്സ് ടി ആണ് കേട്ടോ. ഇ ടി എന്ന് പറയുന്നത് ഗിവൺ എൻസൈം കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ടേൺ ഓവർ നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The succinate dehydrogenate reaction is inhibited by malonate is an example for options competitive inhibition, non-competitive inhibition, uncompetitive inhibition, none of these. ഇവിടെ എന്താ നമ്മുടെ റിയാക്ഷൻ? സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് റിയാക്ഷൻ ഇൻഹിബിറ്റ് ചെയ്യാൻ എങ്ങനെയാണ്? ബൈ മാലോനേറ്റ്. ഇൻഹിബിറ്റഡ് ബൈ മാലോനേറ്റ് എന്ന് പറയുന്നത് ഇതിൽ ഒരു ഇൻഹിബിഷൻ റിയാക്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. അതിൽ ഈ പറയുന്നതിൽ ഏതാണ് ആൻസർ അല്ലേ? ഓപ്ഷൻ എ ആണ്. കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷനിലാണ് ഇത് വരുന്നത്. കെമിക്കൽ സബ്സ്റ്റൻസ് ഇൻഹിബിറ്റിംഗ് ദ ഇഫക്റ്റ് ഓഫ് അനദർ ബൈ കോമ്പറ്റിംഗ് വിത്ത് ബൈൻഡിങ് ഓർ ബോണ്ടിങ്. ബൈൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബോണ്ട് ചെയ്തിട്ടാണ് അവിടെ ഇൻഹിബിഷൻ നടക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്ന്. നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട് ആസ് ഇറവേഴ്സിബിൾ നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ്? എന്താ പറയുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട് ആസ് ഇറിവേഴ്സിബിൾ നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ. നോൺ കോമ്പറ്റേറ്റീവ് ഇറിവേഴ്സിബിൾ ഇൻഹിബിറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻ സൈഡോ അസിറ്റേറ്റ്, ഹെവി മെറ്റൽ അയോൺസ്, ഓക്സിഡൈസിങ് ഏജൻറ്റ്, ഓൾ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ ഓൾ ഓഫ് ദീസ് ആണ്. എൻ ഇറിവേഴ്സിബിൾ ഇൻഹിബിറ്റർ ഇനാക്ടിവേറ്റ് ആൻ എൻസൈം by bonding covalently to a particular group at the active site. ആക്റ്റീവ് സൈറ്റിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ കോവലൻ്റ്ലി ബോണ്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഇറിവേഴ്സിബിൾ ഇൻഹിബിറ്റർ ഇനാക്ടിവേറ്റ് ആൻ എൻസൈം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പറയുന്ന അയഡോ അസിറ്റേറ്റ് ആണെങ്കിലും ഹെവി മെറ്റൽ അയോൺസ് ആണെങ്കിലും ഓക്സിഡൈസിങ് ഏജൻസ് ഒക്കെ എന്തിൽ വരുന്നതാണ്? ഇറിവേഴ്സിബിൾ നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്ററിൽ വരുന്നതാണ്. Next one. Enzyme replacement therapy is commonly used to treat diseases caused by options bacterial infection, viral infection, enzyme deficiencies, genetic mutation. എന്താണ് ക്വസ്റ്റ്യൻ? എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പി കോമൺലി യൂസ് ചെയ്യുന്നത് എന്ത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ആൻസർ വരുന്നത് ഏതാണ്? എൻസൈം ഡെഫിഷ്യൻസി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Next one. Enzyme-based biosensors are commonly used in options food packaging, environmental monitoring, textile manufacturing, automobile manufacturing. എന്താണ്? എൻസൈം ബേസ്ഡ് ബയോസെൻസേഴ്സ് എവിടെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഏതൊരു ഫീൽഡിലാണ്? ഈ എൻവയോൺമെൻറ്റൽ മോണിറ്ററിങ്ങിലാണ് ഈ എൻസൈം ബേസ്ഡ് ബയോസെൻസേഴ്സ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് ഡ്രഗ് ഡിസ്കവറി, എൻവയോൺമെൻറ്റൽ മോണിറ്ററിങ്, ഫുഡ് സേഫ്റ്റി, ക്ലിനിക്കൽ ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് ബേസിക് റിസർച്ച് ഇൻ മെഡിക്കൽ ആൻഡ് ബയോളജിക്കൽ സയൻസ്. ഇവിടെ എല്ലാം അപ്ലിക്കേഷൻ വരുന്നതാണ് എൻസൈം ബേസ്ഡ് ബയോസെൻസർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഓർത്ത് വയ്ക്കുക. എവിടേക്കാണ്? ഡ്രഗ് ഡിസ്കവറി, എൻവയോൺമെൻറ്റൽ മോണിറ്ററിങ്, ഫുഡ് സേഫ്റ്റി, ക്ലിനിക്കൽ ഡയഗ്നോസ്റ്റിക്സ്, അതുപോലെ തന്നെ ബേസിക് റിസർച്ച്. ഏത് ഫീൽഡിലാണ്? മെഡിക്കൽ ആൻഡ് ബയോളജിക്കൽ സയൻസിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് എൻസൈം ബേസ്ഡ് ബയോസെൻസേഴ്സ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ എക്സാം ഡേറ്റിംഗ് അടുത്തു. നിങ്ങൾ വളരെ കെയർഫുള്ളായി വളരെയധികം എനർജിയോട് കൂടി തന്നെ എല്ലാവരും പഠിക്കുക. താങ്ക്